ഷാരോൺ കേസിലെ ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായതിന് പിന്നാലെ കൊല്ലപ്പെട്ട ഷാരോണിന്റെ മാതാപിതാക്കളും സഹോദരനും 24-നൊപ്പം ചേരുകയാണ്. സലീം മാലിക് വീട്ടിലുണ്ട് വിശദാംശങ്ങളുമായി. സലീം, എന്താണ് കോടതിയിലെ വാദം? അത് പൂർത്തിയായ ശേഷം ശിക്ഷയിന്മേലുള്ള വാദവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. തിങ്കളാഴ്ച അതിൽ എന്ത് ശിക്ഷ ലഭിക്കും എന്നുള്ളതിൽ കോടതി വിധി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇന്ന് നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് ഷാരോണിന്റെ കുടുംബം തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ വാദപ്രതിവാദങ്ങളായിരുന്നു ഇന്ന് നടന്നത്. പ്രോസിക്യൂഷൻ വലിയ വാദങ്ങൾ നിരത്തി വധശിക്ഷ തന്നെ വേണം എന്നുള്ള വാദത്തിൽ ഉറച്ചു നിന്നു. പ്രതിഭാഗമാകട്ടെ അതിനെ എതിർക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഈ വാദങ്ങൾക്കൊക്കെ ശേഷം എന്താണ് ഇപ്പോഴുള്ളൊരു പ്രതീക്ഷ? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു പ്രോസിക്യൂട്ടറിൻ്റെ വാദവും. അപ്പോൾ ഞങ്ങളൊരു പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു. വധശിക്ഷ വേണമെന്ന് തന്നെയാണ് സാറും വാദിച്ചത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ പോയിൻറ്റ്സും പ്രോസിക്യൂട്ടർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും കേട്ടിരുന്നു വാദം. അപ്പോൾ അത് എല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് നീതിപൂർവമായിട്ടുള്ളൊരു നീതി കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അത് കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ പ്രതിഭാഗത്തിൻ്റെ വാദവും കേട്ടിരുന്നല്ലോ. അത് ഒരുപക്ഷെ ഈ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയാകും പ്രതിഭാഗവും വലിയ നിലയിലുള്ള വാദങ്ങൾ നിരത്തുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ വധശിക്ഷ അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള പരമാവധി ശിക്ഷയിലേക്ക് എത്തില്ല എന്നുള്ളൊരു ആശങ്കയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ആശങ്കയില്ല. കാരണം ഓരോ പോയിൻറ്റ്സും വ്യക്തമാക്കിയാണ് ഞങ്ങൾ പ്രോസിക്യൂട്ടർ വാദിച്ചത്. അപ്പോൾ അത് വെച്ചിട്ട് ഇനി ആർക്കും ഇങ്ങനെ ഒരു ഇതുണ്ടാവാൻ പാടില്ല. എല്ലാം കൺസിഡർ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട കോടതി ഒരു നീതിപൂർവമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇപ്പോൾ തിങ്കളാഴ്ച വിധി കേൾക്കാൻ ഈ കുടുംബം മുഴുവൻ ഇന്ന് പോയതുപോലെ മുഴുവൻ പേരും പോകും? അച്ഛാ, എന്താണ് ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്കുള്ളൊരു പ്രതീക്ഷ? ശിക്ഷ ഉണ്ടാവും. മനസ്സിലായി. അമ്മ എന്താണ് ഈ ഒരു ശിക്ഷാവിധിയിൽ പ്രതീക്ഷ? പരമാവധി ശിക്ഷ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അറിയാം. ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് നീതിപൂർവമായ ശിക്ഷാവിധി തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഉറപ്പായും ഷാരോണിന് തിങ്കളാഴ്ച നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഒരു ചോദ്യം കൂടി, കഴിഞ്ഞ ദിവസം ഈ അമ്മയെ വെറുതെ വിട്ടതുമായിട്ട് അത് രാവിലെ നിങ്ങൾ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇനി തുടർന്ന് അമ്മയ്ക്കെതിരെയുള്ള നിയമ നടപടിയൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും? അതെ, തീർച്ചയായിട്ടും. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ കാര്യമായിട്ടുള്ള കൊലപാതകം എന്നുള്ളൊരു തെളിവൊന്നും അമ്മയ്ക്കെതിരെ വന്നിട്ടില്ല. അതുകൂടാതെ തെളിവ് നശിപ്പിച്ചു എന്നുള്ളൊരു ഭാഗമാണ്. അതിൻ്റെ ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ഞങ്ങൾ. ഉറപ്പായും അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രതികരണം. എന്തായാലും അവർ തിങ്കളാഴ്ച, ഈ കഴിഞ്ഞ ദിവസം ഈ സഹോദരൻ മാത്രമായിരുന്നു കോടതിയിലേക്ക് പോയിരുന്നത്. ഇന്ന് ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിന് കുടുംബം മുഴുവൻ പോയി. തിങ്കളാഴ്ചയും സമാനമായി കുടുംബം മുഴുവൻ ശിക്ഷാവിധി എന്ത് എന്നറിയാൻ നെയ്യാറ്റിൻകര കോടതിയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം.